മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ആ പേര് കേൾക്കാത്ത ഇന്ത്യക്കാർ ആരും ഉണ്ടാകില്ല. ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ച് തൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗവും ഇന്ത്യക്കാർക്ക് വേണ്ടി ജീവിച്ച വ്യക്തി. മഹാത്മാ എന്നും ബാപ്പു എന്നും വിളിപ്പേരുള്ള നമ്മുടെ രാഷ്ട്രപിതാവാണ് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി ഗാന്ധിജി ആയത്, അതായത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയിൽ നിന്നും ഗാന്ധിജിയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയുടെ തുടക്കം എന്ന് പറയുന്നത് ദക്ഷിണാഫ്രിക്കയിലാണ്. ഒരിക്കൽ ഗാന്ധിജി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഐ വാസ് ബോൺ ഇൻ ഇന്ത്യ ബട്ട് ഐ വാസ് മെയ്ഡ് ഇൻ സൗത്ത് ആഫ്രിക്ക എന്ന്. അറൗണ്ട് ദ വേൾഡ് സീരീസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ മഹാത്മാഗാന്ധിയുടെ ദക്ഷിണാഫ്രിക്കയിലെ അധികമാരും പറഞ്ഞു കേൾക്കാത്ത ആ ഒരു കഥ നമുക്ക് കാണാം. 1869 ഒക്ടോബർ മാസം 2-ാം തീയതി ഗുജറാത്തിലെ പോർബന്തറിൽ കരംചന്ദ് ഉത്തംചന്ദ് ഗാന്ധിയുടെയും പുത്ലിബായിയുടെയും മകനായിട്ടാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ പിതാവ് പോർബന്തറിലും പിന്നീട് രാജ്കോട്ടിലും ദിവാനായി ജോലി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗാന്ധിയുടെ കുട്ടിക്കാലത്തെ വിദ്യാഭ്യാസം നടക്കുന്നത് രാജ്കോട്ടിലാണ്. 1883 തൻ്റെ 13-ാമത്തെ വയസ്സിലാണ് തന്നെക്കാൾ അല്പം മുതിർന്ന കസ്തൂർബ ബായിയെ ഗാന്ധിജി വിവാഹം ചെയ്യുന്നത്. തൻ്റെ കല്യാണത്തെ പറ്റി ഗാന്ധിജി പിന്നീട് പറഞ്ഞ രസകരമായൊരു കാര്യം, അപ്രായത്തിൽ എനിക്ക് വിവാഹത്തെ പറ്റിയൊന്നും അറിയില്ല, ഞാനന്ന് പുതിയ വസ്ത്രങ്ങൾ ധരിച്ച, നല്ല മധുരമുള്ള പലഹാരങ്ങൾ കഴിച്ച, എൻ്റെ കുടുംബത്തോടൊപ്പം ആഘോഷിച്ച മറ്റൊരു ദിവസമായിരുന്നു എന്നാണ്. ഗാന്ധിജിയുടെ ജീവിതത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട വർഷമാണ് 1885. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പിതാവ് കരംചന്ദ് ഗാന്ധി ആ വർഷം മരണപ്പെടുന്നു. അതേ വർഷമാണ് ഗാന്ധിജിയുടെയും കസ്തൂർബ ബായിയുടെയും ആദ്യത്തെ കുട്ടിയും മരണപ്പെടുന്നത്. 1888 ഓഗസ്റ്റ് മാസത്തിലാണ് തൻ്റെ ഉപരിപഠനത്തിനായി ഗാന്ധിജി ബോംബെയിൽ നിന്നും ലണ്ടനിലേക്ക് കപ്പൽ കയറുന്നത്. ലണ്ടനിലെ പ്രസിദ്ധമായിട്ടുള്ള ഇന്നർ ടെമ്പിളിലാണ് ബാരിസ്റ്റർ പഠനത്തിന് വേണ്ടി അദ്ദേഹം ചേരുന്നത്. ഒരു ശരാശരി ഇന്ത്യക്കാരനായ, വെജിറ്റേറിയനായ, മദ്യം കൈകൊണ്ട് തൊടാത്ത മഹാത്മാഗാന്ധിജിക്ക് പലപ്പോഴും ലണ്ടനിലെ ജീവിതം ദുസ്സഹമായി തോന്നിയിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. തൻ്റെ പഠനം പൂർത്തിയാക്കി ഒരു ബാരിസ്റ്ററായി അദ്ദേഹം ഇന്ത്യയിൽ ബോംബെയിൽ തിരിച്ചെത്തുന്നത് 1891. അങ്ങനെ രാജ്കോട്ടിൽ ജോലി നോക്കുന്ന സമയത്താണ് ദക്ഷിണാഫ്രിക്കയിൽ അദ്ദേഹത്തിന് ഒരു ജോലി സാധ്യത തരപ്പെടുന്നത്. 1893 ദാദാ അബ്ദുള്ള എന്ന ഒരു കച്ചവടക്കാരൻ്റെ കേസ് സംബന്ധമായിട്ട് അദ്ദേഹം ഇന്ത്യയിൽ നിന്നും ദക്ഷിണാഫ്രിക്കയിലേക്ക് കപ്പൽ കയറുകയാണ്. അങ്ങനെ 1893 തൻ്റെ 23-ാമത്തെ വയസ്സിലാണ് ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിലെത്തുന്നത്. ഒരു കേസ് സംബന്ധിച്ച് സൗത്ത് ആഫ്രിക്കയിലെത്തിയ അദ്ദേഹം പിന്നീടുള്ള 21 വർഷം സൗത്ത് ആഫ്രിക്കയിൽ, ദക്ഷിണാഫ്രിക്കയിൽ ജീവിച്ചു എന്നുള്ളതാണ്. ദക്ഷിണാഫ്രിക്കയിൽ എന്ന അപ്പാർത്തൈഡ് അല്ലെങ്കിൽ വർണ്ണവിവേചനം അതിൻ്റെ പാരമ്യത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ്. തൻ്റെ തൊലിനിറം കാരണം ഗാന്ധിജിക്കും പലപ്പോഴായിട്ട് ഈ ഡിസ്ക്രിമിനേഷൻ, വിവേചനം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം, ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കൻ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ല് നടക്കുന്നത് 1893 ജൂൺ മാസം 7-ാം തീയതിയാണ്. ഒരു കേസ് സംബന്ധിച്ച് സൗത്ത് ആഫ്രിക്കയിൽ തന്നെയുള്ള പ്രിട്ടോറിയയിലേക്ക് ഫസ്റ്റ് ക്ലാസ് ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു ഗാന്ധിജി. ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് എടുത്ത് അദ്ദേഹം യാത്ര ചെയ്യുകയായിരുന്നു. ഒരു വെള്ളക്കാരനല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തെ ഒരുപാട് പേര് ചോദ്യം ചെയ്തവരെല്ലാവരും വെള്ളക്കാരായിരുന്നു. അങ്ങനെ ആർഗ്യുമെൻറ്റിനൊടുവിൽ പീറ്റേഴ്സ് മാരിസ്ബർഗ് എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ എത്തിയപ്പോൾ ഗാന്ധിജിയെ വെള്ളക്കാർ പുറത്തേക്ക് എടുത്തെറിഞ്ഞു. അദ്ദേഹത്തിന് ആ ദിവസം മുഴുവൻ ആ ചെറിയ റെയിൽവേ സ്റ്റേഷനിലെ കൊടും തണുപ്പിൽ കഴിഞ്ഞുകൂടേണ്ടി വന്നു. ഗാന്ധിജിയെ ഗാന്ധിജിയാക്കിയ അദ്ദേഹത്തിൻ്റെ മുഖ്യ ആയുധമായിരുന്ന സത്യാഗ്രഹം എന്ന ആശയത്തിൻ്റെ തുടക്കവും ദക്ഷിണാഫ്രിക്കയിലെ ഈ ചെറിയ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു എന്ന് നമുക്ക് പറയാം. ദാദാ അബ്ദുള്ളയുടെ കേസ് തീർത്ത് 1894 ഇന്ത്യയിലേക്ക് തിരിച്ചു വരാനിരുന്ന അദ്ദേഹം തൻ്റെ ആ പ്ലാൻ ക്യാൻസൽ ചെയ്യുകയും ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാർ ഫേസ് ചെയ്യുന്ന വിവേചനത്തെ നേരിടാൻ, അവരുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കാൻ, അവരുടെ കൂടെ നിൽക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെയാണ് പിന്നീടുള്ള തൻ്റെ 21 വർഷം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിൽക്കുന്നത്. നമുക്കറിയാം, സൗത്ത് ആഫ്രിക്ക അല്ലെങ്കിൽ ദക്ഷിണാഫ്രിക്ക എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ഒരു ബ്രിട്ടീഷ് കോളനി ആയിരുന്നു. ആ സൗത്ത് ആഫ്രിക്കയിലെ ഒരു പ്രൊവിൻസ് ആയിരുന്നു നേറ്റൽ. നേറ്റലിൽ അന്ന് ഇന്ത്യക്കാരുടെ പോപ്പുലേഷൻ വളരെ കൂടുതലായിരുന്നു. 1860കളിൽ നേറ്റലിൽ തഴച്ചു വളർന്ന ഷുഗർ കെയിൻ, കോഫി പ്ലാന്റേഷനുകളിലേക്ക് ജോലിയെടുക്കാനായിട്ടാണ് ഇന്ത്യക്കാരന്ന് ദക്ഷിണാഫ്രിക്കയിൽ എത്തുന്നത്.
അപ്പോൾ ഈ പറഞ്ഞതുപോലെ അപ്പാർത്തൈഡ് അല്ലെങ്കിൽ വർണ്ണവിവേചനം അതിൻ്റെ പീക്കിൽ നിന്നിരുന്ന സമയത്ത് ഇന്ത്യക്കാർക്കും ഒരുപാട് വിവേചനങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ട ദക്ഷിണാഫ്രിക്കയിലെ നേറ്റലിലുള്ള ഇന്ത്യക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് 1894 ഗാന്ധിജി ആരംഭിച്ച ഒരു ഓർഗനൈസേഷനാണ് നേറ്റൽ ഇന്ത്യൻ കോൺഗ്രസ്, NIC. ഈ NICയിലൂടെ ഇന്ത്യക്കാരെ ഒരുമിച്ച് നിർത്തി അവരുടെ അവകാശങ്ങൾ അഹിംസയിലൂടെ, സത്യാഗ്രഹ എന്ന പാതയിലൂടെ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഗാന്ധിജിക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ത്യക്കാരുടെ അവകാശങ്ങളെ ഉയർത്തിപ്പിടിക്കാനും അവകാശ ലംഘനങ്ങളെ തുറന്നു കാണിക്കാനുമായി 1903 സൗത്ത് ആഫ്രിക്കയിൽ അദ്ദേഹം ആരംഭിച്ച പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ. ഇതുകൂടാതെ ദക്ഷിണാഫ്രിക്കയിലുള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഉന്നമനത്തിന് വേണ്ടി ഗാന്ധിജി 2 ആശ്രമങ്ങൾ ആരംഭിക്കുന്നുണ്ട്. അതാണ് ഡർബനിലുള്ള ഫീനിക്സ് സെറ്റിൽമെൻറ്റും ജോഹന്നാസ്ബർഗിലുള്ള ടോൾസ്റ്റോയ് ഫാമും. ഇവിടെയാണ് ഗാന്ധിജിയെ ഗാന്ധിജിയാക്കിയ അദ്ദേഹത്തിൻ്റെ അഹിംസയിലൂന്നിയ സത്യാഗ്രഹം എന്ന് പറയുന്ന ആശയം പിറവിയെടുക്കുന്നത്. ഒരു സത്യാഗ്രഹി എപ്പോഴും സത്യത്തെ ചേർത്ത് പിടിക്കും. ഒരു സത്യാഗ്രഹി ഒരിക്കലും അഹിംസയിൽ നിന്നും വ്യതിചലിക്കില്ല. കേൾക്കുമ്പോൾ നിസ്സാരമെന്ന് തോന്നുന്ന ഈ ആശയങ്ങളാണ് പിന്നീട് നമുക്ക് നമ്മുടെ രാജ്യമായ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നത്. ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കൻ ജീവിതത്തിലെ മറ്റൊരു നാഴികക്കല്ലാണ് സെക്കൻഡ് ബോയർ വാർ, അതായത് 2ാം ബോയർ യുദ്ധം. സെക്കൻഡ് ബോയർ വാർ നടക്കുന്നത് 1899 മുതൽ 1902 വരെയാണ്. അതിനൊരു കാരണമുണ്ട്. ദക്ഷിണാഫ്രിക്കയിലെ 2 ബോയർ രാജ്യങ്ങളായിരുന്നു സൗത്ത് ആഫ്രിക്കൻ റിപ്പബ്ലിക്കും അതേപോലെ ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റും. ഈ 2 റിപ്പബ്ലിക്കുകളെ ബ്രിട്ടൻ തങ്ങളുടെ സാമ്രാജ്യത്തിലേക്ക് ബലം പ്രയോഗിച്ച് ചേർക്കാൻ ശ്രമിച്ചു. അതിനെ ബോയർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി എതിർത്തു. അതാണ് ബോയർ യുദ്ധത്തിലേക്ക് നയിച്ചത്. ഗാന്ധിജി ഒരു പക്ഷേ തൻ്റെ ജീവിതത്തിൽ ആദ്യമായും അവസാനമായും മിലിറ്ററി യൂണിഫോം എടുത്ത് അണിഞ്ഞത് ഈ കാലഘട്ടത്തിലായിരിക്കും. 2ാം ബോയർ യുദ്ധത്തിൽ ഗാന്ധിജി സപ്പോർട്ട് ചെയ്യുന്നത് ബ്രിട്ടീഷുകാരെയാണ്. യുദ്ധത്തിന് ശേഷം ഒരുപക്ഷെ ഇന്ത്യക്കാർക്ക് വേണ്ടി ബ്രിട്ടൻ എന്തെങ്കിലും നല്ലത് ചെയ്തേക്കാം എന്നൊരു ചിന്താഗതിയാണ് ബ്രിട്ടനെ സപ്പോർട്ട് ചെയ്യാൻ കാരണം. ഇക്കാലഘട്ടത്തിലാണ് ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാരെ ചേർത്തുകൊണ്ട് ഗാന്ധിജി നേറ്റൽ ഇന്ത്യൻ ആംബുലൻസ് കോർപ്സ് എന്നൊരു സംഘടന രൂപീകരിക്കുന്നത്. ഈ സന്നദ്ധ സേവനത്തിനാണ് പിന്നീട് അദ്ദേഹത്തിന് 1915 ബ്രിട്ടീഷ് ഗവൺമെൻറ് കൈസർ-ഇ-ഹിന്ദ് മെഡൽ നൽകി ആദരിക്കുന്നത്. എന്നാൽ 1919 ക്രൂരമായ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ശേഷം അദ്ദേഹം തൻ്റെ ഈ മെഡൽ തിരിച്ചു നൽകുകയുണ്ടായി. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ചുക്കാൻ പിടിച്ചത് 1885 സ്ഥാപിതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയാണ്. ആ പാർട്ടിയുടെ ആദ്യകാല നേതാക്കന്മാരിൽ ഒരാളായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ. ഈ ഗോഖലെ തന്നെയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു അല്ലെങ്കിൽ പൊളിറ്റിക്കൽ മെമ്പർ. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ നിർബന്ധത്തിന് വിധേയമായിട്ടാണ് ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത്. തൻ്റെ 21 വർഷത്തെ ജീവിതം അവസാനിപ്പിച്ച് സൗത്ത് ആഫ്രിക്കയിൽ നിന്നും അദ്ദേഹം കപ്പൽ കയറുന്നത് 1914 അദ്ദേഹം ഇന്ത്യയിൽ ബോംബെയിൽ വന്നിറങ്ങുന്നത് 1915 ജാനുവരി 9 അതുകൊണ്ടാണ് 2003 ശേഷം എല്ലാ വർഷവും ജാനുവരി 9 നമ്മൾ പ്രവാസി ഭാരതീയ ദിവസ് ആഘോഷിക്കുന്നത്. 1915 മുതൽ 1947 വരെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചുക്കാൻ പിടിച്ചത് മഹാത്മാഗാന്ധിയാണ്. ഇക്കാലഘട്ടത്തിലാണ് ലോകം തന്നെ കണ്ട ഏറ്റവും വലിയ ആദർശധീരന്മാരായ നേതാക്കന്മാരിൽ ഒരാളായി ഗാന്ധിജി വളർന്നതും. ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യക്കാർക്ക് വേണ്ടി ജീവിച്ച ഗാന്ധിജിയുടെ ജീവനെടുക്കുന്നതും മറ്റൊരു ഇന്ത്യക്കാരനാണ്. 1948 ജാനുവരി 30 നാഥുറാം വിനായക് ഗോഡ്സെയുടെ വെടിയേറ്റ് ഗാന്ധിജി കൊല്ലപ്പെടുന്നത്. 1948 കൊല്ലപ്പെട്ട ഗാന്ധിജി ഇന്നും ഓരോ ഇന്ത്യക്കാരൻ്റെയും മനസ്സിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. നമ്മുടെ ഗാന്ധിജി, നമ്മുടെ രാഷ്ട്രീയ പിതാവ് ഉയർത്തിപ്പിടിച്ച ആദർശങ്ങൾ, മൂല്യങ്ങൾ ഇന്നും ഈ കാലഘട്ടത്തിലും വളരെ പ്രസക്തമാണ്. അറൗണ്ട് ദ വേൾഡ് സീരീസിൻ്റെ മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം.